Question number 13. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ലെസണിൽ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കൺവേർഷൻ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ ആ ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 100 ohm shows a full scale deflection for a current of 1 milliampere. The value of resistance required to convert this galvanometer to ammeter showing a full scale deflection for a current of 5 milliampere. Okay. A moving coil galvanometer of resistance 100 ohm. So capital G is given 100 ohm. Okay. Gives full scale deflection for current 1 milliampere. ആ ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന മാക്സിമം കറണ്ട് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് IG എന്നാണ് നമ്മൾ പഠിച്ചത് 1 milliampere. ശരിയല്ലേ? നമ്മൾ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഒരു അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ദാറ്റ് അമ്മീറ്റർ ഈസ് ഷോയിങ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ കറണ്ട് 5 milliampere. അപ്പോൾ അമ്മീറ്ററിലൂടെ ഫ്ലോ ചെയ്യാവുന്ന മാക്സിമം കറണ്ട് നമ്മൾ I എന്നല്ലേ പഠിച്ചത് അല്ലേ? അത് 5 milliampere ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവനെ കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു ഷണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യണം അല്ലെ? എത്ര റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം എന്നല്ലടാ മക്കളെ ക്വസ്റ്റ്യൻ. എന്താ നമ്മളുടെ ഇക്വേഷൻ? ഷണ്ട് S is equal to G divided by N-1 എന്നോ അല്ലെങ്കിൽ G divided by I by IG minus 1 എന്നോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ആ ജിന്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. I 5 ആണ്. IG 1 ആണ് അല്ലെ? അപ്പൊ 5/1 5 എന്ന് വരും -1. Okay, so this is 100 divided by 4 അല്ലേ? അപ്പൊ 100 divided by 4 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ഓപ്ഷൻ 1 വന്നു 25.